വലതുവശത്തെ കള്ളൻ ദൃശ്യത്തിന് മുമ്പ്, ദൃശ്യം ഏപ്രിൽ 2 റിലീസ്, വേൾഡ് വൈഡ് റിലീസാണ് ദൃശ്യം. അതിനു മുമ്പ് ജിത്തു ജോസഫിന്റെ വരാനിരിക്കുന്ന ഡയറക്ഷൻ പടം ജനുവരി 30 വേൾഡ് വൈഡ് റിലീസാണ് വലതുവശത്തെ കള്ളൻ. ജിത്തു ജോസഫാണ് സംവിധാനം. കഴിഞ്ഞ ജിത്തു ജോസഫ് ചിത്രങ്ങൾ വളരെ മോശമായിരുന്നു. ഇപ്പം കൂമൻ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിരുന്നു. ആസിഫ് അലി നായനായിട്ടുള്ള കൂമൻ. സെക്കൻഡ് ഹാഫ് സീരിയൽ പോലെ, ക്ലൈമാക്സ് ഒക്കെ വെറും സീരിയൽ പോലെ അലമ്പാക്കിയ ഒരു സിനിമ. അത് കഴിഞ്ഞിട്ട് മിറാഷ് കൊളവാക്കിയ ഒരു സിനിമ. ആദ്യം മുതലേ മോശമാണ്. അത് വെറും വേസ്റ്റ് ഒരു പടമായിരുന്നു. ദൃശ്യത്തിന് മുമ്പൊരു ഹിറ്റ് ജിത്തു ജോസഫിന് തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് വലതുവശത്തെ കള്ളനോട് നേടുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് ഓഗസ്റ്റ് ഫിലിംസിന്റെ ഷാജി നടേശനാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫിലിംസ് ആണ് ഇവരുടെ ബാനറിൽ വന്നിട്ടുള്ളത്, ഓഗസ്റ്റ് ഫിലിംസിന്റെ. അന്നേരം ഷാജി നടേശൻ ഒരു നല്ലൊരു ഹിറ്റ്, സൂപ്പർ ഹിറ്റ് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് നമുക്ക് പ്രതീക്ഷയുള്ളത് ഇതിന്റെ ക്യാരക്ടേഴ്സാണ്. ബിജു മേനോനും ജോജു രണ്ടുപേരും നല്ല കട്ടയ്ക്ക് നിന്ന് നല്ല ഗംഭീര സ്ക്രിപ്റ്റിങ്ങും ഒക്കെ ആണെങ്കിൽ അവർ അഭിനയിച്ചു തകർക്കും എന്നുള്ള സംശയം വേണ്ട. നമ്മുടെ വിക്രം വേദയോ അയ്യപ്പനും കോശിയൊക്കെ പോലെ തന്നെ ആ ഒരു ടൈപ്പ് ഒന്നും അല്ലെങ്കിലും ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഇവർ ഗംഭീരമായിട്ട് അഭിനയിക്കും, നല്ല സ്ക്രിപ്റ്റോടെ കിട്ടിയാൽ. ഇതും ടെക്നിക്കൽ വശങ്ങൾ. സാധാരണ ജിത്തു ജോസഫിന്റെ കഴിഞ്ഞ സിനിമകളിലൊക്കെ ഏറ്റവും പോരായ്മ എന്ന് പറഞ്ഞാൽ സിനിമാറ്റോഗ്രഫി വളരെ മോശം, ഒരു സീരിയൽ രീതിയിലുള്ള. ഇതിൽ അങ്ങനെ തോന്നുന്നില്ല. കണ്ടിട്ട് കാണുമ്പോൾ നല്ല രസമായിട്ടുള്ള ട്രെയിലർ കാണുമ്പോൾ നല്ല സിനിമാറ്റോഗ്രഫി ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ജനുവരി 30 വേൾഡ് വൈഡ് റിലീസാണ്. എന്തായാലും ഒരു ആഘോഷിക്കാൻ ദൃശ്യത്തിന് മുമ്പ് ഒരു പടം ആകട്ടെ വലതുവശത്തെ കള്ളനെന്ന് ആശംസിക്കുന്നു.